നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. തന്നെ സമൂഹത്തിന് മുന്നിൽ മാനം കെടുത്താൻ നടത്തിയ നാടകത്തിന് തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ ലക്ഷ്മി നായർ ഏറ്റുവാങ്ങുന്നതെന്ന് സീരിയൽ താരം അനിത നായർ. ഒരു വർഷം മുമ്പ് ചാനലിലെ കുക്കറി ഷോ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകവേ ഞാൻ നടത്തിയ പ്രതികരണം യൂട്യൂബിലിട്ട് എന്നെ അപമാനിക്കാൻ നടത്തിയ ശ്രമം എല്ലാവരും ഓർക്കുന്നുണ്ടാകും. അത് വൈറലായി. ഇന്നിപ്പോൾ ലക്ഷ്മി നായരുടെ രാജി ആവശ്യപ്പെട്ട് കുട്ടികൾ സമരം ചെയ്യുമ്പോഴും ആ വീഡിയോ വൈറലാവുകയാണ്. അന്ന് എനിക്കെതിരെ തിരിഞ്ഞവർ ഇന്ന് എന്നെ അഭിനന്ദിക്കുന്നു. അത് കൊടുത്തത് കണക്കായി പോയി എന്നാണ് ഇന്ന് ജനം പറയുന്നത്. അനിത നായർ പറഞ്ഞു. എല്ലാവരും അവരുടെ മുന്നിൽ പുച്ഛമടക്കി നിൽക്കണം എന്നാണ് അവരുടെ ആവശ്യം. എന്നെ അതിന് കിട്ടില്ല. ഞാൻ പ്രതികരിച്ചു, ഇറങ്ങിപ്പോയി. കാറിൽ കയറാൻ നേരം തിരികെ വിളിച്ച് ഒരു മുറിയിൽ കൊണ്ടുപോയി എന്നെ തെറി വിളിച്ചു. ഞാനും തെറി വിളിച്ചു. തുടർന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന വീഡിയോ ആണ് അവർ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടത്. ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് എൻ്റെ പ്രതികരണം മാത്രം ഉൾപ്പെടുത്തി പ്രചരിപ്പിക്കുമെന്ന് കരുതിയില്ല. ലക്ഷ്മി നായർ പറഞ്ഞതെല്ലാം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി. സ്റ്റുഡിയോയ്ക്ക് പുറത്തിറങ്ങി ഞാൻ വീണ്ടും കടുത്ത ഭാഷയിൽ തന്നെ പ്രതികരിച്ചു. എന്നാൽ ജനം എല്ലാം കാണുമെന്ന് ഭയന്ന് അവർ പുറത്തു വരാൻ തയ്യാറായില്ല. ഒരു പ്രിൻസിപ്പലിന്റെ സ്ഥാനത്തിരിക്കാൻ അവർക്ക് യോഗ്യതയില്ല എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അത്രയും പറയാൻ കഴിഞ്ഞതിൽ സന്തോഷമേ ഉള്ളൂ. അന്ന് എൻ്റെ ഭാഗം കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അനിത തെറി വിളിക്കുന്ന വീഡിയോ കണ്ടല്ലോ എന്ന് പറഞ്ഞ് പലരും വിളിച്ചു. അതിൽ ചെറിയ വിഷമം തോന്നിയിരുന്നു. അല്ലാതെ ആ സംഭവം എന്നെ ബാധിച്ചിട്ടേ ഇല്ല. അന്ന് കൊടുത്തത് കണക്കായിപ്പോയി എന്ന് ഇന്ന് ജനം പറയുമ്പോൾ സന്തോഷമുണ്ട്. ആർട്ടിസ്റ്റ് എന്നാൽ ആരുടെയും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടവരല്ല. അന്തസ്സുള്ള കുട്ടികളാണ് ഞങ്ങളെന്ന് ഇപ്പോൾ ലോ കോളേജിലെ വിദ്യാർത്ഥികൾ തെളിയിച്ചിരിക്കുന്നു. രാജിവെക്കും വരെ അവർ സമരം ചെയ്യണം. അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഞാൻ സമരപന്തലിൽ പോകും. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അനിത നായർ പറഞ്ഞു. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.